കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി ഒരവസരം കൂടെ ദൈവമായ കർത്താവ് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശിഷ്യ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠനമാണല്ലോ എല്ലാ തിങ്കളാഴ്ചയും 9:30 മുതൽ 10 മണി വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏതാണ്ട് 5 എപ്പിസോഡുകൾ പിന്നിടുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. 6ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ എഴുത്തുകാരൻ, എഴുതിയ സാഹചര്യങ്ങൾ, എഴുത്തിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ശബ്ദങ്ങൾ, അങ്ങനെ പശ്ചാത്തലമായി പല കാര്യങ്ങൾ കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഈ 6ാമത്തെ എപ്പിസോഡിൽ ഈ ലേഖനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ പൗലോസ് കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ലേഖനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം. തൻ്റെ ലേഖനങ്ങളെ എല്ലാം നാം മൊത്തമായി പരിശോധിച്ചാൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് പ്രത്യേകിച്ച് ദൈവസഭയോട് അഭിവാദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ സഭയോടുള്ള ബന്ധത്തിൽ തൻ്റെ ലേഖനങ്ങൾ ആരംഭിക്കുന്നത് എന്ന് താൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ ലേഖനത്തിലും അങ്ങനെ തന്നെയാണ് താൻ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഈ ലേഖനത്തെ പഠന സൗകര്യാർത്ഥം നമുക്ക് തിരിക്കുവാൻ കഴിയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പ്രാരംഭമായിട്ട് ഞാനൊന്ന് ഓർപ്പിക്കാം. ഫിലിപ്പിയ ലേഖനത്തെ അതിൻ്റെ ആമുഖമായിട്ട് നമുക്ക് 1-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള ഭാഗമാണ് കാണുവാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ആമുഖമാണ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ. അതിനെ നാം തിരിച്ചു പഠിച്ചാൽ സ്തുതിയും പ്രാർത്ഥനയുമാണ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ റോമിലെ പൗലൂസിന്റെ സ്ഥിതിയെക്കുറിച്ച് താൻ പ്രസ്താവിക്കുന്ന ഭാഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് 1-ാം അധ്യായത്തിൽ ഈ 26 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വിചിന്തനം ചെയ്യാൻ കഴിയുന്നു. 27 മുതൽ 2:18 വരെ പ്രത്യേകിച്ച് പ്രബോധനങ്ങളാണ്, പൗലൂസിന്റെ പ്രബോധനങ്ങൾ. 1:27 മുതൽ 2:4 വരെ മനസ്ഥിരതയ്ക്കും ഐക്യത്തിനുമുള്ള പ്രബോധനമാണ് പൗലൂസ് ഫിലിപ്പിയരോട് സംസാരിക്കുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 2:5 മുതൽ 2:11 വരെയുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ മാതൃക നമുക്ക് പൗലൂസ് വെളിപ്പെടുത്തുകയാണ്. 2:12 മുതൽ 2:18 വരെയുള്ള ഭാഗങ്ങൾ ഒരാളുടെ രക്ഷയ്ക്കുള്ള പ്രവർത്തനത്തിൻ്റെ പ്രബോധനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. തുടർന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ ആലോചനകളും മുന്നറിയിപ്പുകളുമാണ് പൗലൂസ് അർപ്പിക്കുന്നത്. വിശിഷ്യ വരുന്ന സന്ദർശനത്തിനുള്ള ആലോചനകൾ 2:19 മുതൽ 30 വരെ, കള്ള ഉപദേശകന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ 3:1 മുതൽ 21 വരെ ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ക്ഷമാപന വാക്കുകൾ, അന്തിമ പ്രബോധനങ്ങൾ,
2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 4-ാം അധ്യായം 1 മുതൽ 9 വരെ അന്തിമമായുള്ള പൗലോസിന്റെ ഫിലിപ്പിയർക്കുള്ള പ്രബോധനങ്ങളായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ പൗലോസിന് ഫിലിപ്പിയരുടെ ദാനങ്ങൾ 4:10 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയാണ് ഈ ലേഖനത്തെ നമുക്ക് തരംതിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധിക്കുക, പഠന സൗകര്യാർത്ഥം ആ നിലകളിൽ ഇതിൻ്റെ പ്രബോധനങ്ങളും അപ്പോൾ തന്നെ ആലോചനകളും മുന്നറിയിപ്പുകളുമൊക്കെ ഫിലിപ്പിയരോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയും പൗലോസിൻ്റെ സ്ഥിതികളും അവർ നൽകിക്കൊടുത്തതിനുള്ള നന്ദി കരേറ്റലുകളും അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നതുമൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അനുഗ്രഹീതമായൊരു ലേഖനമായിട്ടാണ് ഫിലിപ്പിയ ലേഖനം ഇരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ വാക്യം ഒന്ന് വായിച്ച് അതിൽ നിന്ന് ഈ എപ്പിസോഡിൽ ചില ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തീമോഥെയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കണം, ഈ ലേഖനം പൗലോസ്ലീഹ തുടങ്ങുമ്പോൾ താൻ പറയുന്നൊരു പദം ശ്രദ്ധിക്കുക. ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ. പത്രോസ്ലീഹയൊക്കെ ലേഖനം എഴുതുമ്പോൾ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, യേശു ക്രിസ്തുവിൻ്റെ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്ന ഒരു പദമാണ് ക്രിസ്തുയേശുവിൻ്റെ. ക്രിസ്തുയേശുവിൻ്റെ എന്ന് പറയുമ്പോൾ ഒന്നാണെങ്കിലും അർത്ഥാൽ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് അതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, പത്രോസും യോഹന്നാനുമൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ആ താഴ്ചയുള്ള അനുഭവം കണ്ടവരാണ്. യേശു എന്ന് പേരിടണം എന്നുള്ള നിലയിൽ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ യേശു ആരായിരുന്നു എന്ന് ജഡത്തിൽ യേശുവിനെ കണ്ട് അടുത്തറിഞ്ഞ് ശുശ്രൂഷകളിൽ സംബന്ധിച്ചവരായിരുന്നു ആര്? പത്രോസ്, യോഹന്നാൻ തുടങ്ങിയ ശിഷ്യന്മാർ. ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്കറിയാം, യേശുവിനെ ഉള്ളതുപോലെ വെളിപ്പെടുത്തിയ ആളാണ് പത്രോസ്. ആ മറുരൂപ മലയിൽ അത് വെളിപ്പെടുകയുണ്ടായി. താബോർ മലയുടെ ഉയരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ശിഷ്യന്മാരുമായിട്ട് കർത്താവ് ചെന്ന ഭാഗമുണ്ടല്ലോ. അവിടെ കർത്താവ് പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ആർക്കും വെളിപ്പിക്കാൻ കഴിയാത്തതുപോലെ തൻ്റെ വസ്ത്രം വെള്ളയായിത്തീർന്നു, തേജസ് കൊണ്ട് മിന്നുവാൻ തുടങ്ങി. ദൈവപുത്രൻ ആരാണെന്ന് അവിടെ വ്യക്തമായി വെളിപ്പെട്ടു. അതുകൊണ്ടാണ് പത്രോസ് ഇത് കണ്ടിട്ട് പറഞ്ഞത്, ഞാൻ 3 കുടിലുണ്ടാക്കാം, അതുകൊണ്ട് നമുക്കിവിടെ തന്നെ പാർക്കാമെന്ന് പറയുകയുണ്ടായി. 1 മോശയ്ക്കും, 1 ഏലിയാവിനും, 1 കർത്താവിനും. എന്നാൽ സ്വർഗത്തിൽ അത് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കാരണം മോശയോടും ഏലിയാവിനോടും താരതമ്യപ്പെടുത്തേണ്ട ആളല്ല എൻ്റെ കർത്താവ്. മോശയ്ക്കും ഏലിയാവിനും ഉണ്ടാക്കുന്നത് പോലെ ഒരു കുടില് കെട്ടി അവിടെ പാർക്കാൻ അവരോട് താരതമ്യം ചെയ്യുവാൻ എൻ്റെ യേശുവിനെ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പി. കണ്ടോ, ഇവർക്ക് 3 പേർക്കും കൂടെ കൊടുക്കാനല്ല പറഞ്ഞത്, യേശു ആരാണെന്ന് അവിടെ വ്യക്തമായി വെളിപ്പെടുകയായി. അതുകൊണ്ട് തന്നെയാണ് പത്രോസ്ലീഹ പിന്നീട് ലേഖനം എഴുതപ്പോൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്.
അതാ മരുഭൂമലയെ വെച്ചാ കണ്ടത്. ആ തേജസ്സിനെ കണ്ടത് അവിടെ വെച്ചാ. ആ മഹിമ കണ്ട സാക്ഷികളാണെന്ന് പത്രോസ് പറയും. എന്നാൽ ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പൗലൂസിനുണ്ടായത്. പൗലൂസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കൂ. യേശുവിൻ്റെ ശരീരത്തിൽ താനെ ശുശ്രൂഷിച്ച 3.5 വർഷമോ ആ നിലകളിലുള്ളൊരു ബന്ധമോ ഒന്നും പൗലൂസിനില്ല. ഇല്ല. പൗലൂസ് യേശുവുമായി ബന്ധപ്പെടുന്നത് നമുക്കറിയാം. യേശു ആരാണെന്നുള്ള വ്യക്തമായ വെളിപ്പാട് പൗലൂസിന് കിട്ടുന്നത് കേവലം ഒരു യേശുവായിട്ടല്ല, ക്രിസ്തുവായിട്ടാണ്, അഭിഷിക്തനായിട്ടാണ്. ക്രിസ്തോസ് ശക്തവും വ്യക്തവുമായ ദൈവികമായ ഇടപെടൽ മുഖാന്തരമാണല്ലോ പൗലൂസ് വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീണ് അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, കർത്താവേ നീ ആരാകുന്നു? സ്തോത്രം. അന്ന് വരെ കർത്തൃത്വം ആർക്കും കൊടുക്കാത്ത പുള്ളി മഹാപുരോഹിതന്റെ അധികാരപത്രം പോലും പോക്കറ്റിൽ മേടിച്ചു വെച്ച് ദൈവജനത്തെ തകർക്കുവാൻ വേണ്ടി മുൻപോട്ട് വന്ന മനുഷ്യൻ സ്വർഗത്തെ കവിയുന്ന സൂര്യനെ കവിയുന്നൊരു വെളിച്ചം ഇങ്ങോട്ട് വന്നിട്ട് കണ്ണിലടിച്ച് സ്തോത്രം പെട്ടെന്ന് വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീണു. ദമസ്കോസിന്റെ പടിവാതുക്കൽ അവിടെ കിടന്നുകൊണ്ട് വാഹനമൃഗത്തിന് താഴെ കിടന്നുകൊണ്ടൊരു ചോദ്യം മുകളിലേക്ക് നോക്കി, നീ ആരാകുന്നു കർത്താവേ? ഇതുവരെ എങ്ങും കീഴ്പ്പെട്ടിട്ടില്ലാത്ത എൻ്റെ കർത്തൃത്വം ഏറ്റെടുത്ത എന്നോട് ഇടപെട്ട നീ ആരാകുന്നു എന്നൊരു ചോദ്യം. അവിടെ വെച്ചാണ് നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ ഇടപാടുണ്ടായതും പ്രാർത്ഥിക്കുന്ന അനന്യാസിനെ അയച്ചതും യൂദയുടെ വീട്ടിൽ വെച്ച് അവനോട് സന്ദേശം പറഞ്ഞതും അവൻ്റെ മേൽ അഭിഷേകം ഇറങ്ങിയതും. അങ്ങനെയാണ് ശൗല് പൗലൂസായി രൂപപ്പെട്ടത്. അത് പ്രത്യേകിച്ച് യേശു ക്രിസ്തു എന്ന് പറയുന്നതിനേക്കാൾ ക്രിസ്തുവേശു എന്ന് പറഞ്ഞാൽ കർത്താവിനെ ക്രിസ്തോസായി, അഭിഷിക്തനായി, ഇടപെടുന്ന ദൈവമായി ശക്തമായി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് താൻ പറയുന്ന വാക്കുകളിൽ ക്രിസ്തേശു എന്നുള്ള പദം പലപ്പോഴും രൂപപ്പെടുത്തുന്നത്, എഴുതുന്നത്. ശ്രദ്ധിക്കണമേ, ഈ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞല്ലോ, ഏറ്റവും ഒടുവിൽ അകാലപ്രജയായ എനിക്കും പ്രത്യക്ഷനായി എന്നൊരു വാക്യം നമുക്കവിടെ കാണുവാൻ കഴിയും. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, ഏറ്റവും ഒടുവിൽ അകാലപ്രജയായി എനിക്കും അവൻ്റെ പ്രത്യക്ഷത കാണുവാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് പൗലൂസ് പറയുന്നു. ആമേൻ. ആരായിട്ടെന്നറിയാമോ? ആ തേജസ്സിൻ്റെ കർത്താവിനെ ഉള്ളതുപോലെ ഒന്ന് അനുഭവിച്ചറിയുവാൻ പൗലൂസിന് ദൈവം ഭാഗ്യം കൊടുത്തു. അതുകൊണ്ടാണ് പൗലൂസിൻ്റെ ലേഖനത്തിൽ ഇതിൻ്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ. അപ്പം തന്നെ പത്രോസിൻ്റെ ലേഖനം എടുത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, യേശു ക്രിസ്തുവിൻ്റെ ദാസൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ജഡത്തിൽ വെളിപ്പെട്ട കർത്താവിനോടുകൂടെ സഞ്ചരിക്കുവാനോ ആ നിലകളിൽ ജീവിപ്പാനോ തിന്നുവാനോ കുടിക്കുവാനോ ശുശ്രൂഷ അനുഭവിക്കുവാനോ ഒന്നും പൗലൂസിന് കഴിഞ്ഞില്ല. എങ്കിലും പൗലൂസിൻ്റെ അകക്കണ്ണ് തുറന്നുകൊണ്ട് കർത്താവ് ആരാണെന്നുള്ളതുപോലുള്ള വെളിപ്പാട് അവൻ്റെ അകത്ത് കൊടുത്ത് അവൻ പ്രാപിച്ച വെളിപ്പാടിനനുസരിച്ച് ദൈവശബ്ദത്തിന് മുൻപോട്ട് വന്നപ്പോൾ തനിക്ക് പറയാനുള്ളത് ക്രിസ്തുവേശുവിൻ്റെ. ഒന്നുകൂടെ പറയാം, പൗലൂസ് ദീർഘമായ ചില വർഷങ്ങൾ, ഏതാണ്ട് 3 വർഷം അറേബ്യ മരുഭൂമിയിലായിരുന്നു എന്നുള്ളത് ഗലാത്യ ലേഖനത്തിൽ പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. ഞാൻ ജഡരക്തങ്ങളോടൊന്നും ചോദിച്ചില്ല ആലോചന. പൗലൂസ് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നപ്പോൾ ആമേൻ മറ്റാരോടും ചോദിക്കാതെ, ആലോചന ചോദിക്കാതെ പൗലൂസ് ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? അറേബ്യ മരുഭൂമിയിലേക്ക് പോയെന്നാണ്. ദീർഘവർഷങ്ങൾ 3 വർഷത്തോളം
അവിടെ ഇരുന്ന് ദൈവത്തെ ധ്യാനിച്ച് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് അറേബ്യയിലിരുന്നു കൊണ്ട് കർത്താവിങ്കിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ദൈവത്തിൻ്റെ സന്ദേശമാണ് എന്ന വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നോക്കണം, ആരിൽ നിന്നും പഠിച്ചതിനേക്കാൾ ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ അവഗാഢമായ ജ്ഞാനം സമ്പാദിച്ച ഈ ശക്തനായ മനുഷ്യൻ അതിനേക്കാളെല്ലാം കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ വെളിപ്പാട് പ്രാപിച്ച മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പഠിക്കുവാൻ പല മുഖാന്തരങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ ഒറ്റ വാക്കിൽ പറയാം, ദൈവം തന്നെ പഠിപ്പിച്ചേ മതിയാവും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മെ ആ കാര്യം മനസ്സിലാക്കി തന്നേ നമുക്ക് ദൈവത്തിൽ നിന്ന് അത് ഗ്രഹിക്കാൻ കഴിയും. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം. മറ്റുള്ളവരിൽ നിന്ന് ചിലത് പഠിക്കാം, മനസ്സിലാക്കാൻ, കാര്യങ്ങൾ ഗ്രഹിക്കാം. എന്നാൽ അതിൻ്റെ ആന്തരിക വെളിപ്പാടുണ്ടാകണമെങ്കിൽ ദൈവം തന്നെ നമ്മോട് ഇടപെടുന്ന ഒരു അനുഭവം നമ്മുടെ അകത്തലത്തിൽ വെളിപ്പെടണം. ആ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടാകുമ്പോഴാണ് ക്രിസ്തു ആരാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിലിപ്പിൻ്റെ കൈസരിയിലെത്തിയപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അഭിപ്രായം കർത്താവിനറിയാൻ ആഗ്രഹമുണ്ട്. എന്താ പറയുന്നത്? ഈ ശുശ്രൂഷയും ഈ പ്രാർത്ഥനയും അത്ഭുതങ്ങളും ഒക്കെ പ്രാപിച്ച ഒത്തിരി ജനങ്ങളില്ലേ ഉണ്ട്, അവരെന്നെക്കുറിച്ച് എന്തോ പറയുന്നു. ഇപ്പോൾ ഒരാൾ പറഞ്ഞു യോഹന്നാനാണ് അങ്ങെന്ന് പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു ഇരമ്യാവാണ്, പ്രവാചകന്മാരിൽ ഒരുത്തനാണ്, ഏലിയാവാണ്. പല അഭിപ്രായങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. ഉടനെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും? പത്രോസ് ഉടനെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉടനെ കർത്താവ് മറുപടി പറഞ്ഞേക്കണം, ജഡരക്തങ്ങളല്ല പത്രോസെ നിനക്കത് വെളിപ്പെടുത്തിയത്, പിന്നെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് കിട്ടാതെ ഈ വെളിപ്പാട് പറയാനൊക്കത്തില്ല. ഇവിടെ ആരെങ്കിലും വെളിപ്പെടുത്തി തന്നതല്ലെന്ന്, മാംസരക്തങ്ങൾ നിങ്ങൾക്ക് തന്ന ആ ആലോചനയല്ല പത്രോസെ നീ പറഞ്ഞത്. നീ പറഞ്ഞ ദൂത് മുകളിൽ നിന്ന് പിതാവിനാൽ വെളിപ്പെടുത്തപ്പെട്ടതാ. കർത്താവ് പറഞ്ഞു കേൾക്കണോ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവ് ആരാണെന്ന് ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ, കർത്താവിനെ ഉള്ളതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പത്രോസ് പറയാം, നീ പത്രോസാകുന്നു. അതിൻ്റെ ഗ്രീക്ക് പദം നീ പെട്രോസ് ആകുന്നു എന്നാണ്. എന്ന് പറഞ്ഞ പെട്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ കഷണമെന്നാണ്. ഈ പെട്രാമേൽ, കർത്താവ് തന്നിലേക്ക് തന്നെ വെള്ളി ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഈ പെട്രാമേൽ ഞാൻ എൻ്റെ എക്ലീസിയെ പണിയും എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ വിശ്വാസം എന്തുവാ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അത് സ്വർഗത്തിലെ വെളിപ്പാടാ, പിതാവ് തന്ന വെളിപ്പാടാ. ആ വെളിപ്പാടിന്മേൽ ക്രിസ്തുവാകുന്ന പെട്രായിൽ അഥവാ പാറമേൽ പത്രോസിന്റെ വെളിപ്പാടിൽ, ഒന്നുകൂടെ പറഞ്ഞ വിശ്വാസത്തിൽ, അവന്റെ തീരുമാനത്തിൽ പണിയപ്പെടുന്നതാണ് ദൈവസഭ. അത് കർത്താവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. അതെ അതെ അതെ, അതും ഇതുമൊക്കെ പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് നിന്നെ ചേർത്ത് പണിയുകയല്ല. യേശു ആരാന്ന് 100 അഭിപ്രായം ഇന്ന് ആളുകൾക്കുണ്ട്. യേശുവിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന എത്രയോ അക്രൈസ്തവരായ ആളുകളുണ്ടെന്നറിയാവോ? ഉണ്ടെന്ന്. യേശുവിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. എന്നാൽ എൻ്റെ കർത്താവിന് അഭിപ്രായമല്ല വേണ്ടത്. നല്ലൊരു നേതാവാണ്, ഉന്നതനായൊരു മനുഷ്യനാണ്, തത്വജ്ഞാനിയാണ് എന്ന് വേണ്ട പല നിലകളിലാണ് പറയുന്നത്. ചിലർ പറഞ്ഞു വ്യഭിചാരപുത്രനാണ്, യേശുവിനെ കുറിച്ച് കോവൂര്
യുക്തിവാദികളായ ചിലരൊക്കെ, ഞാൻ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, റോമൻ പട്ടാളക്കാരൻ്റെ മകനാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരപുത്രനാണെന്ന് പറഞ്ഞവരുണ്ട്, പല നിലകളിൽ യേശുവിനെ കുറിച്ച്. പക്ഷെ യേശു ആരാണെന്ന് തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, അതിൽ നിന്നാണ് ദൈവത്തിൻ്റെ സഭ പണിയുന്നത്. ഏതേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യേശുവിനെ അറിയണമെങ്കിൽ ഈ പുറമേ ഉള്ള ഈ ബുദ്ധിയുടെ മണ്ഡലത്തിൽ മാത്രമുള്ള അറിവ് കൊണ്ടായില്ല. ഇല്ല ഇല്ല, നമ്മൾ കിട്ടുന്ന എല്ലാം കൂടെ ഈ ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒതുക്കിയാൽ അവിടെയാണല്ലോ നമ്മുടെ അറിവെന്ന് പറയുന്നിരിക്കുന്നത്. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള അറിവ് ഈ തലച്ചോറിലല്ല ഉണ്ടാകേണ്ടത്, ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. അതെ, ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലാണ് വെളിപ്പെടേണ്ടത്. സെന്റ് അഗസ്റ്റീൻ എന്ന് പറയുന്ന ആ വിശുദ്ധനെന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ പറഞ്ഞ ഒരു പദം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ജീവിതമെല്ലാം അങ്ങയോട് ചേരാതെ ഞങ്ങൾ സംതൃപ്തരല്ല. അല്ല, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രൂപം തന്നെ അങ്ങയുടെ രൂപമാണ്. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നെങ്കിലേ ഞങ്ങളുടെ യാഗം സംതൃപ്തി പ്രാപിക്കൂ. അങ്ങയുടെ രൂപമാണ് ഞങ്ങളുടെ ഹൃദയത്തിനുള്ളത്. അങ്ങ് ഞങ്ങളുടെ അകത്ത് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥമായ സമാധാനവും സംതൃപ്തിയും പ്രാപിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ രൂപം അതാണ് ഞങ്ങളുടെ ഹൃദയത്തിനുള്ളത്. ആ ദൈവം ഞങ്ങളുടെ അകത്ത് വസിക്കുമ്പോഴാണ്, അകത്ത് വെളിപ്പെടുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതം അമ്പേ മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പൗലോസിന് വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആ വെളിപ്പാട്, ക്രിസ്തു യേശു, ആ പദം ആ നിലകളിൽ ഊന്നി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസ് അത് ഈ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. എന്താ ഓർപ്പിക്കുന്നത്? ക്രിസ്തുവേശുവിൻ്റെ, കേട്ടോ, ഇവിടെ വായിക്കുന്നു, ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തീമോഥെയോസും. ആരാണ്? ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരാ. വലിയ ലീഡേഴ്സ്, വലിയ അതിൻ്റെ ഉന്നതന്മാരാണ് എന്നല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ഇത്രയൊക്കെ വെളിപ്പാട് കിട്ടിയപ്പോൾ ഞങ്ങൾ വലിയ പുള്ളികളാണ്, സഭയിലെ യജമാനന്മാരാണ് എന്നല്ല പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ആരാ? അതിനൊരു പദം ഗ്രീക്കിലുള്ളത് ഡൂലോസ് എന്ന. ദാസൻ, ഡൂലോസ്. യജമാനൻ എന്ന് പറഞ്ഞാൽ കുറിയോസ്. കുറിയോസിന്റെ ഡൂലോസാ ഞങ്ങൾ. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കായ കുറിയോസ, യജമാനന. ആ യജമാനനായ ദൈവത്തിൻ്റെ ഡൂലോസ ഞങ്ങൾ, അടിമകളാ ഞങ്ങൾ. ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് അറിയപ്പെടാൻ ലഭിക്കുന്നതൊരു മകൽ ഭാഗ്യമാണ്. കൊലോസ്യനെഴുതി പൗലോസ് പറയുന്നത് ഇതൊരു ഉദ്യോഗമാണെന്നാണ് പറയുന്നത്. പൗലോസിൻ്റെ വാക്കുകളിൽ ഞാൻ എടുത്തുദ്ധരിക്കാം. വാക്യങ്ങൾ ഞാനിപ്പോൾ, സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുൻപിലുണ്ടല്ലോ. എൻ്റെ ഉദ്യോഗപ്രകാരം പൗലോസ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊരു വലിയ ഉദ്യോഗമാണ്. അതറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഞാനൊരു മാസികയെ വായിച്ചപ്പോൾ ലോകം മുഴുവൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത ഡോക്ടർ ബില്ലി ഗ്രഹാം, ശക്തനായ പ്രസംഗൻ. അദ്ദേഹം കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഭയങ്കര CMS കോളേജ് ഗ്രൗണ്ടിലായിരുന്നു അദ്ദേഹം വന്നത്. ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. അദ്ദേഹം വന്ന് പ്രസംഗിച്ചത് ബൈബിളിലെ ചെറിയൊരു വിഷയം. ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വലിപ്പമായിട്ട് തോന്നാത്തൊരു വിഷയം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ അത് കിടപ്പുണ്ട്. ഞാൻ ആടുകളുടെ ഇടയനാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാനാകുന്നു. അതാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. ആ വലിയ പ്രസംഗികനെ, അമേരിക്കയിൽ അറിയപ്പെടുന്ന ഉന്നതനായ മനുഷ്യനാണല്ലോ. അമേരിക്കൻ സെനറ്റ് കൂടി അമേരിക്കൻ പ്രസിഡന്റായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ താല്പര്യപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു എന്നാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം പറഞ്ഞു, അതിലും വലിയൊരു ഉദ്യോഗമാണ് ഞാൻ വഹിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നതിനേക്കാൾ വലിയൊരു ഉദ്യോഗമാണ് ഞാനിപ്പോൾ വഹിക്കുന്നത്. എന്താണ് ആ ഉദ്യോഗം?
സർവവല്ലഭനായ ദൈവത്തിൻ്റെ ദിവ്യമായ വചനത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി സ്വർഗമെന്നെ കണ്ടു തിരഞ്ഞെടുത്തു. ആയതുകൊണ്ട് തന്നെ അതിലും വലിയൊരു ഉദ്യോഗമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അമേരിക്കയിലെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ആദ്യം പ്രാർത്ഥിച്ച അദ്ദേഹമാണ് ഭരണം ആരംഭിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ആദ്യ പ്രാർത്ഥന. ഞാനത് ചിലത് കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, അത്രയും ശക്തനായൊരു ദൈവദാസൻ അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കാൻ അദ്ദേഹത്തെ യോഗ്യനായി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, അതിലും വലിയൊരു ശുശ്രൂഷയാണ് എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷ. ചെറിയ കാര്യമൊന്നുമല്ല. കർത്താവിൻ്റെ ശുശ്രൂഷ ചെറുതായി കാണുന്നവരുണ്ട്. പക്ഷെ വിളിക്കപ്പെട്ടവർക്ക് ഇതിൻ്റെ വില അറിയാൻ പറ്റൂ. ഇതിൻ്റെ വില അറിയണമെങ്കിൽ ഇതിനായി വിളിക്കപ്പെട്ടവർക്കേ അറിയാൻ പറ്റൂ. വിളിക്കപ്പെടാതെ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക്, അല്ലെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക്, ഇടവേർപ്പും സഹിച്ച്, കട്ടതയും സഹിച്ച്, വേദനയും സഹിച്ച്, ത്യാഗവും സഹിച്ച്, ഒന്നുമില്ലായ്മയിലും കർത്താവിൻ്റെ സാക്ഷ്യവും വഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന അനേകരെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു രസം പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ആഴത്തിൽ വിളി കിടക്കുന്നത് കൊണ്ട് ആമേൻ ശക്തമായ അകത്തലത്തിൽ ദർശനം പ്രാപിച്ചൊരു ദൈവദാസൻ അറിയാം, സ്വർഗം നമ്മെ ഇതിനു വേണ്ടി വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പന്തിയിൽ വരുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നത്. കഴിഞ്ഞ ദിവസം വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ബീഹാറിൽ നടന്നൊരു സംഭവം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു കർത്തൃദാസൻ കുടുംബം, അവരനുഭവിച്ച ആ വ്യതകൾ ഞാൻ സ്തോത്രം വാട്സപ്പിലൂടെ കാണുകയുണ്ടായി. പലർക്കും ഞാനത് അയക്കുകയുണ്ടായി. അവിടെ കേരളയിലൊക്കെ ശുശ്രൂഷയ്ക്ക് ഒത്തിരി എതിരുകളും പോരുകളുമൊക്കെ വരുന്നൊരു കാലയളവാണ്. ഞാൻ എന്തിനത് പറഞ്ഞു ചോദിച്ചാൽ, ആ നിലകളിലുള്ള എതിർപ്പുകളും തല്ലുകളും തടവുകളും വേദനകളും ഉണ്ടായിട്ടും ഈ പുസ്തകം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇതിനു വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ശ്രേഷ്ഠമേറിയ പദവിയിലേക്ക് ദൈവം വിളിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് പറയാനുള്ളത്, ഞാൻ ആരാ? അങ്ങയുടെ ഡൂലോസ, അങ്ങയുടെ ദാസന. സ്തോത്രം. പൗലോസ് പറയുക, ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാ, ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരാണ്. കാരണം ക്രിസ്തുവേശു കാണിച്ച മാതൃക അത് കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാൻ വന്നതല്ല, പിന്നെ അനേകരെ ശുശ്രൂഷിക്കാൻ വന്നതാണ്. അത് തന്നെ കർത്താവ് ആ മാളിക മുറിയിൽ മാതൃക കാണിച്ചു. കർത്താവ് പറഞ്ഞതെല്ലാം കാണിച്ചവനാ. ഇന്ന് ഒത്തിരി പേര് കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ഒന്നും കാണിക്കാൻ തയ്യാറില്ല. വേണേ അവരെ നോക്കിക്കോ, ഇവരെ നോക്കിക്കോ, എന്നെ നോക്കരുതെന്ന് പറയുന്നവരാ. പലതും വിളിച്ചു പറയും, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് പറയും, നിങ്ങളാരും എനിക്കിട്ട് നോക്കരുത്. പക്ഷേ എൻ്റെ കർത്താവ് അങ്ങനെ ഒരാളല്ല. എൻ്റെ കർത്താവ് പറഞ്ഞു, എന്നെ നോക്കേ. താൻ ശുശ്രൂഷ ചെയ്യാൻ വന്നവനാന്ന് പറഞ്ഞിട്ട് ആ മാളിക മുറിയിൽ തൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ, സ്തോത്രം, പെസഹ അത്താഴം കഴിഞ്ഞ് തോർത്തെടുത്ത് അരയെ ചുറ്റി. അങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ശിഷ്യന്മാരുടെ കാലുകളെ, പാദങ്ങളെ കഴുകാൻ തുടങ്ങി. എല്ലാ ശിഷ്യന്മാരുടെയും പാദങ്ങൾ. ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ കാല് വലിക്കുമായിരിക്കും. എൻ്റെ പാദം കഴുകേണ്ടത് പത്രോസ് പറഞ്ഞല്ലോ, എൻ്റെ പാദം കർത്താവ് കഴുകേണ്ട. കർത്താവ് പറഞ്ഞു, നീയുമായിട്ട് എനിക്ക് പങ്കുപോഹരി ഉണ്ടാകണമെങ്കിൽ നിൻ്റെ പാദം എന്നാൽ തലയും കൂടെ കഴിയേക്കാൻ പറഞ്ഞു. കാരണം പങ്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ പങ്ക് കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പാദം കഴുകുന്നവനായി ഇറങ്ങി വന്ന ദാസനെ പോലെ സേവനം ചെയ്ത ദൈവത്തിനേകജാതനേ, ദാസനെ പോലെ സേവനം ചെയ്ത ദൈവത്തിനേകജാതനേ, വാസം ചെയ്യണം ഈ എന്നുള്ളിലും എൻ്റെ ഉള്ളിലും നാഥനേ. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ.
ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം. മുഴുവൻ ദാസനെ പോലെ ഇറങ്ങി വന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകിയ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഇറങ്ങി വന്ന കർത്തൃദാസനായ പൗലോസും തീമോഥെയോസും പറയുകയാണ്, ക്രിസ്തുയേശുവിന്റെ ദാസന്മാരാണ് ഞങ്ങൾ. എന്ത് ത്യാഗവും സഹിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങൾ അവൻ്റെ അടിമകളാണ്. ഞങ്ങളുടെ കുറിയോസായ നല്ല യജമാനൻ എന്ത് പറയുമോ അതനുസരിപ്പാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഫിലിപ്പിയിലെ വിശ്വാസികളോട് തുടക്കത്തിലെ പൗലോസ് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഞങ്ങൾ അവൻ്റെ ദാസന്മാരാണ്. ആ ധൈര്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാരായി ഉറച്ചു നിൽക്കാം, കർത്താവിന് വേണ്ടി മുന്നേറാം. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് രക്ഷിക്കണമേ. വിശേഷ്യ ഫിലിപ്പിയൻ ലേഖനത്തിൻ്റെ പ്രാരംഭ ചിന്തകളിലേക്ക് കടക്കുവാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. കർത്താവിൻ്റെ ദാസന്മാരായി, ക്രിസ്തുയേശുവിൻ്റെ വെളിപ്പാട് പ്രാപിച്ചവരായി ശക്തിയോടെ മുന്നേറുവാൻ ഞങ്ങളുടെ ട്രിനിറ്റിയിലുള്ളവർക്ക് അല്ല, ഇത് ശ്രദ്ധിക്കുന്ന ഏവർക്കും ദൈവം കൃപ ചെയ്യണമേ. യേശു ആരെന്ന് ജീവിതത്തിൽ വ്യക്തമായ വെളിപ്പാട് പ്രാപിപ്പാൻ ചിലരുടെ ഹൃദയങ്ങൾക്ക് ദൈവം കൃപ ചെയ്യണം. അതിനായിട്ട് ഈ ശുശ്രൂഷകളെ മുഖാന്തരമാക്കി തീർക്കണം. മിനിസ്ട്രിയെ ആശീർവദിക്കണം, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.